വളരെ എളുപ്പത്തിൽ ഗോതമ്പ് അട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഇന്നിവിടെ കാണിക്കുന്നത്. നല്ല ടേസ്റ്റുള്ള ഒരു അടയുടെ റെസിപ്പിയാണത്. എല്ലാവരും മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനായിട്ട് ഞാൻ 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇളം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒത്തിരി ചൂട് പാടില്ല, ചെറിയൊരു ചൂടോട് കൂടിയിട്ടുള്ള വെള്ളമാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി. ഒത്തിരി ലൂസാവരുത്, എന്നാൽ ഒത്തിരി കട്ടിയാവരുത്. നമ്മൾ സാധാരണയായിട്ട് ദോശ എല്ലാം ഉണ്ടാക്കുന്ന ആ ഒരു പരുവത്തിന് എടുത്താൽ മതി. നന്നായിട്ട് ഞാനിവിടെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ശർക്കരയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പകരം പഞ്ചസാര വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. അതേപോലെ അവിലുണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം. അതേപോലെ ഏലക്കായ പൊടിച്ചിട്ട് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതിനെ റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനൊരു സ്റ്റൗവിലൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി അങ്ങോട്ട് കട്ടിക്ക് എടുക്കരുത്, നൈസായിട്ട് തന്നെ പരത്തിയെടുക്കണം. സാധാരണയായിട്ട് നമ്മൾ ദോശ ഉണ്ടാക്കണം അതേ പരുവത്തിനൊക്കെ തന്നെ അങ്ങ് പരത്തിയെടുത്താൽ മതി. അടിഭാഗത്തായിട്ട് കുറച്ച് മൊരിഞ്ഞ് വരണം. ആ ഒരു പരുവാകുമ്പോഴേ ഇതിനെ മറിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ. അതേപോലെ കുറച്ച് ഒലിവ് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ എന്തെങ്കിലും ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിഭാഗം ഒന്ന് മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇതിനങ്ങ് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ടാണ് ഇതിൻ്റെ തേങ്ങയും ശർക്കര ഇതെല്ലാം കൂടിയും വെച്ച് കൊടുക്കുന്നത്. അത് നന്നായിട്ട് മൊരിയിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കഴിക്കാനായിട്ട്. ഒരു കുഴഞ്ഞ പരുവത്തിനാക്കിയിട്ട് എടുക്കുമ്പോൾ അത്ര അങ്ങ് ടേസ്റ്റ് വരാറില്ല. ഇനി ഇതിനെ നന്നായിട്ട് ഇങ്ങോട്ടൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഇതിനങ്ങ് ഒട്ടിച്ച് കൊടുത്താൽ മതി. അതങ്ങ് ഒട്ടിയിരുന്നോളും, വിട്ട് വരുമൊന്നുമില്ല. ചൂടോടെ തന്നെ അങ്ങ് ഒട്ടിച്ച് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഒലിവ് ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലും വീണ്ടും ഒന്നും കൂടി ഒന്ന് ആക്കി കൊടുത്തിട്ട് അങ്ങ് തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൊരിയിച്ചെടുക്കുക. ഇനി അടുത്തും കൂടി ഇതേപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നൈസായിട്ടുണ്ട് പരത്തിയെടുക്കുക. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അടിവശം നന്നായിട്ട് മൊരിഞ്ഞ് വന്നതിന് ശേഷം മറിച്ചിട്ട് കൊടുത്താൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. ഒത്തിരി അങ്ങോട്ട് ലോ ഫ്ലെയിമിലാവുമ്പോൾ അങ്ങ് മൊരിഞ്ഞ് വരാൻ ബുദ്ധിമുട്ടാണ്. എന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞ് വന്നതിന് ശേഷം മറിച്ചിട്ട് കൊടുത്തിട്ട് അതേപോലെ തേങ്ങ എല്ലാം വെച്ച് കൊടുത്തിട്ട് മടക്കി കൊടുക്കുക. ചൂടോടെ തന്നെ അങ്ങ് മടക്കി വെച്ച് കൊടുത്തിട്ട് അങ്ങ് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഒട്ടിയിരുന്നോളും, ഒട്ടും വെളിയിലൊന്നും പോവില്ല. അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിനെ മൊരിയിച്ചെടുക്കണം. മൊരിയിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കഴിക്കാനായിട്ട്. ഇനി ഗോതമ്പ് പൊടിക്ക് പകരമായിട്ട് മൈദപ്പൊടിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. കാലത്താണെങ്കിലും വൈകിട്ടൊക്കെ ആണെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. ഒത്തിരി ടൈമൊന്നും വേണ്ടത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. കുറച്ച് തേങ്ങ ശർക്കര ഉണ്ടായാൽ മതി. ഗോതമ്പ് പൊടിയൊക്കെ എപ്പോഴും വീട്ടിലുള്ളതാണ്. അപ്പോൾ അത് വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും മസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതേപോലെ ഷെയറും കൂടി ചെയ്തേക്കണം.